ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം കൂടിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. വറുത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ചെറുപയർ പരിപ്പ് ഒന്ന് ചുവന്ന് മൂത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഉണ്ട ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ശർക്കരയാണ് 4 ഉണ്ട എടുത്തിട്ടുള്ളത്. വലിയ ശർക്കരയാണെങ്കിൽ 3 എടുത്താൽ മതി. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1/4 പാൽ എടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള പിഴിഞ്ഞെടുത്ത ബാക്കിയുള്ള തേങ്ങയിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും എടുക്കാം കേട്ടോ. നമ്മൾ കുക്കറിലല്ല തയ്യാറാക്കുന്നത്. കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാൽ എടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള 3 കപ്പ് 2/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇനി അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുമ്പോൾ 2 കപ്പ് 2/2 പാൽ എടുത്താൽ മതി കേട്ടോ. കുക്കറിലാകുമ്പോൾ 2 വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചെറുപയർ പരിപ്പ് പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെറുങ്ങനെ ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ. പിന്നെ ഒന്ന് ചെറുങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഉടഞ്ഞു വരുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ചെറുപയർ പരിപ്പിനെ ഉടച്ചു കൊടുക്കരുത്. ചെറുതായിട്ടൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം. കുറച്ചൊക്കെ ഉടച്ചു കൊടുത്താൽ മതി. കുറച്ച് അങ്ങനെ കിടക്കുന്നതും നല്ലതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ശർക്കര പാനി ഈ ചെറുപയർ പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം മധുരമൊക്കെ ഈ നമ്മുടെ ചെറുപയർ പരിപ്പിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വ്യൂ ഒക്കെ ഒരുപാട് കുറവാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കൂട്ടുകാരോടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് ശർക്കര പാനിയൊക്കെ പരിപ്പിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ 250 ml കപ്പിൽ ആദ്യം 1 കപ്പ് 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ചുക്കിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും ചേർത്ത് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചുക്കിൻ്റെ പൊടി ഞാനൊന്ന് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി കൂടി ചേർക്കാം. പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചുക്കിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ 1/4 പാൽ കൂടി ചേർത്ത് കൊടുക്കുക. 1/4 പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാകും. പിന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഈ പാലും അതുപോലെ ശർക്കര പാനിയുടെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണെങ്കിലും ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടിക്കോളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു 2 ടീസ്പൂൺ നെയ്യിൽ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. വിഷുവിന് നിങ്ങൾ പായസങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുപയർ പരിപ്പ് പായസം കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്.
അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടിലാണ്, നല്ല തിളച്ച ചൂടിലാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ചെറുങ്ങനെ ചൂടാറുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നോളൂ. കണ്ടോ, ഈ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.